ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ റെസിപ്പി സ്വീറ്റ് ബ്രെഡ് റോസ്റ്റ് ആണ്. മധുരം ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ SS കിച്ചൻ്റെ തൊട്ടിപ്പുറത്തുള്ള റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ ആ കുഞ്ഞു ബെല്ലേക്കും കൂടി, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം ഈ ബ്രെഡ് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. കോണോട് കോൺ ഷേപ്പിലാണ് ഞാൻ ഈ ബ്രെഡ് മുറിച്ചെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇതൊരെണ്ണം ഞാനിപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ മുറിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാ ബ്രെഡും ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ് റെഡിയാക്കാം. അതിനൊരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 4 സ്ലൈസ് ബ്രെഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തേക്കുന്നത്. നമ്മൾ ബ്രെഡ് എടുക്കുന്നതനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി കിട്ടണം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു നൂൽ പരുവൊന്നും ആവണ്ട, നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. പഞ്ചസാര സിറപ്പ് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ബ്രെഡ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ബ്രെഡെല്ലാം വറുത്ത് കോരാൻ. പെട്ടെന്ന് തന്നെ നമുക്കത് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ഈ കോരി മാറ്റിയ ബ്രെഡെല്ലാം നമുക്ക് പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് മതിയാവും നമുക്ക് തിരിച്ചു മറിച്ച് വിട്ടതൊന്ന് റെഡിയാക്കി എടുക്കാൻ. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സിറപ്പ് ഇതിലേക്ക് പിടിച്ച് കിട്ടും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള ബ്രെഡ് കൂടി നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. വേഗം തന്നെ തിരിച്ചു മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പഞ്ചസാര സിറപ്പിൽ ഇട്ട് കൊടുക്കാം. ബ്രെഡെല്ലാം ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ബ്രെഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിച്ചു നോക്കണം. അത്ര നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.